പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്നത്തെ ഒന്നാം വായനയിൽ സുവിശേഷത്തിൽ യേശു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 42-ാമത്തെ വാക്യം, യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. അതാണ് നമ്മളിന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മളോട് ദൈവം ചോദിക്കുന്നൊരു കാര്യം സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ്. ഈശോയോടുള്ളൊരു ബന്ധം ആണ് അനുഗ്രഹം കിട്ടാൻ എളുപ്പവഴി. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ തീർത്ഥാടനം ഒരു ചെയ്ത്താണ്, അതുപോലെ ഇവിടെയും പല കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈശോയോടൊരു ബന്ധമുണ്ടോ? ഈശോയോടൊരു ബന്ധം. പലരും നേർച്ചകളിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. കുമ്പസാര നടത്തുന്ന ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരാൾ ഇന്നലെ എന്നോട് ചോദിച്ചത്, കഴുന്ന് നേർച്ച എവിടെയാണെന്നാണ്. കഴുന്ന് നേർച്ച എവിടെയാണ്? അത് നമ്മൾ പലതിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുക എന്നതാണ് പ്രധാനം. നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയം, 1 മണിക്കൂർ സമയം ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഈശോയുടെ ഈ ബലി, അത് കുരിശിലെ ബലി, പിതാവായ ദൈവം നമുക്ക് വേണ്ടി മരിക്കാൻ വിട്ടു തന്ന ഈശോയുടെ ബലി, അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? അതൊന്ന് മനസ്സിൽ കാണാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഈശോയിലേക്ക് അടുക്കുകയാണ്. നമുക്ക് ചിന്തകൾ സ്വീകരിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതാണ് മാനദണ്ഡം. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ബലി ഭക്തിയോട് അർപ്പിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക്
നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, പ്രായശ്ചിത്തത്താൽ സംശുദ്ധമാക്കപ്പെട്ട് അങ്ങേ മക്കളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുകയും അങ്ങേ ഭക്തി ചൈതന്യം വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് അനുകമ്പാപൂർവം ചെവി ചായ്ക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് നബൂഖദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാക്ക്, മെശാക്ക്, അബ്ദ്നേഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരം, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയും. ഏതു ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെശാക്കും അബ്ദ്നേഗോയും രാജാവിനോട് പറഞ്ഞു. അല്ലയോ നബൂഖദ്നേസർ, ഈ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഈ കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കിനും മെശക്കിനും അബ്ദ്നേഗോനും നേരെ കോപം പൂണ്ട് നിറഞ്ഞ നബൂഖദ്നേസറിൻ്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിക്കാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെശാക്കിനെയും അബ്ദ്നേഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തൻ്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. നബൂഖദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റ് തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു. നബൂഖദ്നേസർ പറഞ്ഞു, ശദ്രാക്കിനെയും മെശാക്കിനെയും അബ്ദ്നേഗോനെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും
രാജകൽപ്പനയെ പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തൻ്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചനം. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവെ, അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് എന്ന് എനിക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം.
യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. അത് ഒരു പൂർണ്ണമായൊരു വിശ്വാസം ഒന്നുമല്ല. കാരണം ഈ സംവാദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. ഇതിനിടക്ക് ഈശോ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ഈശോ പറഞ്ഞത് ഈ വചനഭാഗത്തിൻ്റെ 39-ാമത്തെ വചനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ പിശാച് നിങ്ങളുടെ പിതാവ് എന്നാണ്. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. നിങ്ങൾ പിശാചിനനുസരിക്കുകയാണ്, പിശാചിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് സംഭാഷണം ആരംഭിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. തന്നിൽ വിശ്വസിച്ച് യഹൂദരോട് യേശു പറഞ്ഞു. കുറച്ചൊരു ആക്സസ് കിട്ടി ഈശോയ്ക്ക് സംസാരിക്കാൻ. കുറച്ചൊരു പിടുത്തം അവർ കൊടുത്തു. അതുകൊണ്ടാണ് അവരോട് സംസാരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവരോട് അത് സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ വലിയ കാര്യങ്ങൾ പറയുമ്പോഴും അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. നമുക്കും ചിലപ്പോൾ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. വളരെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം, 25-ാമത്തെ വചനം തുടങ്ങുന്നത് ജീവൻ്റെ അപ്പം എന്ന ടൈറ്റിലോടുകൂടിയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹായാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആരംഭിക്കുന്നതിന് മുൻപുള്ള വചനം യോഹന്നാൻ 6:24, യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ തിരക്കി ചെല്ലുക. യേശുവിനെ തിരക്കിച്ചെന്നവരോടാണ് ജീവൻ്റെ അപ്പം എന്നുള്ള ഹൈലി തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവരിടക്ക് 28-ാമത്തെ വചനം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. അത് 29-ാമത്തെ വചനമാണ്, യോഹന്നാൻ 6:29. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് ഈശോ ഇന്ന് ഈ സംഭാഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങൾ മക്കളാണെന്ന് പറയുന്നത് അതൊരു ടൈറ്റിൽ മാത്രമാണ്. അവർക്കൊരു ടൈറ്റിൽ മാത്രമാണ്. മക്കളെങ്കിൽ ഇല്ലേ, അങ്ങനെ അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മക്കളെങ്കിൽ അത് ഈ ധൂർത്തപുത്രൻ്റെ കഥയിൽ മൂത്ത മകൻ അപ്പനോടുകൂടെ ജീവിച്ചു, മകനെപ്പോലെ ജീവിച്ചു. പക്ഷെ അയാൾക്ക് ആ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അയാൾ പിന്നീട് വാ തുറന്ന് പറയുന്നുണ്ട്, ഞാൻ എത്ര നാളായി നിനക്ക് ദാസവേല ചെയ്യുന്നു. മകനെപ്പോലെ, മകൻ്റെ ടൈറ്റിലുണ്ട്, പക്ഷേ ജീവിച്ചത് ദാസനെ പോലെ. അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. അടിമകളെപ്പോലെ ആണ് പലപ്പോഴും, അടിമകളെപ്പോലെ. ആ ടൈറ്റിൽ നമ്മൾ ഈശോയുടെ തിരുരക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. 1 കൊറിന്തോസ് അതിൽ 2:23 അല്ല 7:23, 1 കൊറിന്തോസ് 7:23, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്.
മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ മക്കളെന്ന വലിയ അവകാശവും എല്ലാം തന്ന് നമ്മളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോഴും എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. 8-ാം അധ്യായം യോഹന്നാൻ 8:35, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ വീണ്ടും പറയണം, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു പറഞ്ഞു, അബ്രഹാമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ, അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് ഞാൻ പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വിധത്തിലാണ് സംഭാഷണം പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടെയോ ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈശോയോടുള്ള യഥാർത്ഥ സ്നേഹം അതാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ല, ആമുഖത്തിൽ പറഞ്ഞില്ലേ, കുമ്പസാരം നടത്തുന്ന ഹാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ഒരു വ്യക്തി ചോദിക്കുന്നത് കഴുന്നേർച്ച എവിടെയാണ്. അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുടുംബം, അവർ ഒരു കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ നേർന്നതാണ്. ചെറുപ്പം, അത് പ്രസവിക്കുന്നതിന് മുൻപാണോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷമാണോ എന്നറിയില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൊച്ചിനെ തോളിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് മുട്ടിന് നിരങ്ങാമെന്ന് നേർന്നു. കൊച്ചിനിപ്പോൾ 3 വയസ്സായി. അതെനിക്കിനി പറ്റില്ല അച്ഛാ. അപ്പോൾ അവരങ്ങനെ അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി കൊച്ചിന് മുടി വടിച്ചോളാമെന്ന് നേർന്നു. കൊച്ചിൻ്റെ തലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബ്ലേഡ് ടച്ച് ചെയ്യാൻ പാടില്ല കൊച്ചിൻ്റെ ശിരസിൽ. അപ്പോൾ അതും ഇപ്പം പറ്റില്ല. വേറൊരാൾ ജോലി സംബന്ധമായിട്ട് എന്തോ മുടി വടിച്ചോളാമെന്ന് നേർന്നു. ഇപ്പം ജോലിക്ക് പോകുന്ന സ്ഥലത്ത് മുടിയും വടിച്ചുകൊണ്ട് ചെന്നാൽ ജോലി പോവും. അതുകൊണ്ട് അച്ഛാ, എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് മുടി വടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. ഒരാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അനാവശ്യമായ നേർച്ചകൾ നേരുക. ഒരു ഓൾട്ടർ പോയി, ഏതോ സ്ഥലത്തുള്ളൊരു ഓൾട്ടർ പോയി, അൾത്താരയിൽ ഞാൻ ഓൾട്ടർ ബോയായി നിന്നോളാം, വേളാങ്കണ്ണി പള്ളിയിൽ അൾത്താരയിൽ ഞാൻ ഓൾട്ടർ ബോയായി നിന്നോളാം എന്ന് നേർച്ച നേർന്ന്. ആര് പറഞ്ഞു ആ നേർച്ച നേരാൻ? അങ്ങനെ ഒരു നേർച്ചയുണ്ടോ? അപ്പോൾ ഇവിടെ അനുവദിച്ചില്ല. ഇവിടെ അങ്ങനെ ഒരു നിലപാടില്ല, അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ ഇല്ല. അപ്പോൾ ഇനി പാട്ടുപാടാമെന്ന് നേർച്ച നേർന്നേക്കൺ. ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ ഒരു പാട്ട് പാടിക്കോളാം എന്ന് നേർച്ച നേർന്നേക്കണ്. അതെന്തൊരു നേർച്ചയാണ്? ഇതെന്താ കുടുംബക്കൂട്ടായ്മയോ? പാട്ട് പാടിക്കോളാം എന്ന് വാക്കുകൊടുക്കാൻ? ഇത് കുടുംബക്കൂട്ടായ്മയല്ലല്ലോ, ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം അല്ലേ ഇത്? ഇല്ല, ഇവിടുന്ന് ലൈവ് ശുശ്രൂഷകൾ ലോകം മുഴുക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചില നേർച്ചകളിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ അടിമകളെപ്പോലെ എവിടെയോ ഇന്ന് അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്ത് വിട്ടാൽ മതി. കർത്താവിനെ ഒന്ന് മൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കർത്താവ് രക്ഷപ്പെടുത്തും. കർത്താവിനൊന്ന് മൈൻഡ് ചെയ്യും. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറയുന്നത് ഇല്ലേ, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക, അല്ലേ? ഇതാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് പ്രധാനം. ഏതാണ് രക്ഷാകരമായ പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചവനിൽ വിശ്വസിക്കുക, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ഒരു 1.5 കോടിയോളം കടബാധ്യതയുള്ള ഒരാൾ അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ കാര്യം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയ ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പതറിപ്പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് അച്ഛ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരുങ്ങുന്നതിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. ഒന്ന് മൈൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ എന്നെ ഒന്ന് മൈൻഡ് ചെയ്തു. ഇതൊരു നിസ്സാര കാര്യമാണ്. നമ്മൾ കൂട്ടുകാരെയൊക്കെ, നമ്മൾ അപ്പനും അമ്മയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേ അങ്ങ് സ്നേഹിക്കും. ഒന്ന് മൈൻഡ് ചെയ്ത് വിട്, കർത്താവിനൊന്ന് മൈൻഡ് ചെയ്ത് വിടും. അങ്ങനെ അപ്പോൾ
എടാ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി. കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി, ദൈവം നിൻ്റെ കാര്യം ഏറ്റെടുക്കും. ഇന്നത്തെ 1-ാം വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവർ നെബൂഖദ്നേസർ രാജാവ് നിർമ്മിച്ച ഒരു ബിംബത്തെ, ഒരു പ്രതിമയെ ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ പലരും ആരാധിച്ചു. പക്ഷേ ആ ചെറുപ്പക്കാർ ആരാധിച്ചില്ല. അവർ വാ തുറന്ന് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതാണ് വലിയ ഒരു ഇത് കുഞ്ഞു സ്നേഹമൊന്നുമല്ല, ഇത് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യമാണ്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം. അപ്പോൾ അവരെ കർത്താവ് രക്ഷിച്ചു, തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ചു. അപ്പം രാജാവ് പോലും അവരെ കൊല്ലാൻ വിധിച്ച, തീച്ചൂളയിൽ എറിയാൻ വിധിച്ച രാജാവ് പോലും പറയാണ്, സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തൻ്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനയച്ച് മോചിപ്പിച്ചുവല്ലോ. ഇതാണ് കർത്താവിനൊരു ഇത് വലിയ സ്നേഹമാണ്. കുഞ്ഞ് സ്നേഹം കൊടുത്താൽ പോലും കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇല്ല, തന്നിൽ വിശ്വസിച്ച് യഹൂദരോടാണ് ഈശോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അബ്രാഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. എന്താണ് അബ്രാഹത്തിൻ്റെ പ്രവൃത്തി? ആ വാർദ്ധക്യത്തിലുണ്ടായ കൊച്ചിനെ, ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞാനത് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്, അത് ചെയ്യാൻ തയ്യാറായി. അതാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാത്തോട് ദൈവം പറയുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ദൈവം പ്രീതിപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത്, അവന് ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏക മകന് എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. നമ്മളെക്കുറിച്ച് കർത്താവിന് ഉറപ്പുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്ന്, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതാണെന്ന് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് നമ്മളൊരു ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും നമ്മളെ രക്ഷിക്കും. ഈ തപസ് കാലത്ത്, ഇന്ന് 9-ാം തീയതി 20-ാം തീയതി ഈസ്റ്റർ, ഈ തപസ് കാലത്ത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം ചെയ്ത പ്രവൃത്തി എന്താ? ഈശോയെ വിട്ടു തന്നു. ഈശോ ചെയ്ത പ്രവൃത്തി എന്താ? നമുക്ക് വേണ്ടി മരിച്ചു, കുരിശിൽ മരിച്ചു. ഈ പ്രവൃത്തിയെ സ്നേഹിക്കുക, ഈ പ്രവൃത്തിയെ സ്നേഹിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പത്രോസ് എല്ലാവരും ഓടിപ്പോയില്ലേ? പക്ഷെ പത്രോസ് കുറച്ചകലെ കൂടെ നടന്നിരുന്നു. അതുകൊണ്ടാണ് അകലെ എങ്ങാനും ആയിരുന്നെങ്കിൽ ഈശോ നോക്കിയ നോട്ടം അവനത് കാണാൻ പറ്റുകയില്ലായിരുന്നു. ഈശോ നോക്കിയ നോട്ടം, ഈശോ നോക്കിയത് കൊണ്ടാണ് അവൻ ഉള്ളുനൊന്ത് കരഞ്ഞത്. അകലെയല്ലാതെ അവൻ ഈശോയെ അനുഗമിച്ചിരുന്നു. അതുപോലും കൃപയായത് കണ്ടോ? തളർവാദ രോഗി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൽ 7-ാമത്തെ വാക്യം. തളർവാദ രോഗി അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അവൻ എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എത്തുമ്പോഴേക്കും മറ്റുള്ളവർ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എൻ്റെ ചാൻസ് പോവുകയാണ്. അവൻ പരിശ്രമിക്കുന്നുണ്ട്. അവൻ്റെ പരിശ്രമം കർത്താവ് പൂർണ്ണമാക്കി കൊടുത്തത് കണ്ടോ? നീ ഒന്ന് പരിശ്രമിക്ക്. ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും അനുഗ്രഹമാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന വലിയ കാര്യമാണ് കുമ്പസാരം, കുർബാന സ്വീകരണം. അതുവഴി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ ഏറ്റുപറയുകയാണ്. ഈശോയെ, ഇത് നിൻ്റെ ശരീരമെന്ന് പറഞ്ഞ പുരോഹിതൻ നിങ്ങളുടെ മുന്നിലേക്ക് തിരുവോസ്തി നീട്ടുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ നീ ഉണ്ടായാൽ നീ ദൈവത്തെ ആരാധിക്കുകയാണ്. ഈശോ മരിച്ചുവെന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പാപമോചനം കിട്ടുമ്പോൾ, നീ കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുകയാണ്.
നേർച്ചകളിൽ കുടുങ്ങിപ്പോകല്ലേ പ്രിയ മക്കളെ. നീ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. കഴിഞ്ഞ ക്രിസ്മസിന് മുട്ടുനിരങ്ങ് നേർച്ചയൊക്കെ പലരും ചെയ്തു, പക്ഷേ കുമ്പസാരിച്ചിട്ടില്ല, കുർബാന സ്വീകരിച്ചിട്ടില്ല. ഈ ഈസ്റ്ററിന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് നീ ദൈവത്തെ സ്നേഹിക്കാം. നിന്റെ നേർച്ചകൾ നടത്തി നിന്നെ തൃപ്തിപ്പെടുത്താനല്ല പ്രിയ പൈതലെ നീ നോക്കേണ്ടത്. നിന്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് ഈ നാളുകളിൽ പരിശ്രമിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനെ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനായി. പാതി കൊടുക്കല്ലേ, പൂർണ്ണമായിട്ട് കൊടുക്ക്. പകരം എന്തു നൽകും ഞാനിനെ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനെ, അന്ത്യത്തോളം ഓർമ്മിക്കും ത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനെ, അന്ത്യത്തോളം ഓർമ്മിക്കും ത്യാഗത്തെ. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ, തപസ്സുകാലം അനുഗ്രഹമാകട്ടെ, നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് എല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ. അപ്പവും വീഞ്ഞുമേ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമേ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടി ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കാൻ അങ്ങ് നൽകിയ യാഗദ്രവ്യങ്ങൾ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ അവ ഞങ്ങൾക്ക് ഔഷധമായി തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനം വഴി സർവലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രാഭവത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിൻ്റെ അവാജ്യമായ ശക്തിയാൽ ക്രൂശിതൻ്റെ ആധിപത്യവും ലോകത്തിൻ്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കൈക്കൊണ്ട രഹസ്യങ്ങൾ സ്വർഗീയ ഔഷധം ഞങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെ അവ ഞങ്ങളുടെ ഹൃദയത്തിലെ തിന്മകൾ നിർമാർജനം ചെയ്യുകയും നിത്യമായ സംരക്ഷണം ഞങ്ങൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ
നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. തേടി വരുന്നു നിൻ സുതരമ്മേ, രക്ഷതമാം നിൻ സംഗീതം. ദൈവത്തിൻ പ്രിയജനനീ തന്നെ കന്യേ